പാകിസ്ഥാനിൽ വീണ്ടും സമാധാന ചർച്ചയ്ക്ക് കളമൊരുങ്ങാനിരിക്കെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഖാലിബാഫ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഈ ചർച്ചയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് വെടിനിർത്താൻ ഇറാൻ മുന്നോട്ട് വെച്ച 10 ഉപാധികൾ, ഇതിൽ ഒന്നിൽ പോലും ഇറാൻ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ട്രംപ് ഇന്ന് വലിയ ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കരാർ ഇറാൻ ഇനിയും പാലിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ഇറാനിലുള്ള പവർ സ്റ്റേഷനുകളും അതുപോലെ ഇറാനിലുള്ള പാലങ്ങളും ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ തനി ആവർത്തനങ്ങൾ, അതായത് ഈ ഭീഷണിയുടെ തനി ആവർത്തനങ്ങൾ മുമ്പ് പലതവണ കഴിഞ്ഞുപോയതാണ്. പക്ഷെ കരാറിൽ എത്താതിരുന്നിട്ടും ട്രംപ് മറ്റുള്ള പല ചെപ്പടി വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് തെന്നി മാറാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ മധ്യവർത്തികളെ ഉപയോഗപ്പെടുത്തി മറ്റേതെങ്കിലും തരങ്ങളിലേക്ക് ആ ചർച്ചകളെയോ അല്ലെങ്കിൽ നീക്കങ്ങളെയോ കൊണ്ടുപോയി ആ ഭീഷണിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്നത് ഇറാന്റെ ഔദ്യോഗികമായ വാർത്താ ഏജൻസിയായ തസ്നീമാണ്. ഇവിടെ കൃത്യമായി പറയുന്നു, അഖദ റഈസ് മജ്ലിസ് ശൂറ അൽ ഇസ്ലാമി മുഹമ്മദ് ബാക്കിർ ഖാലിഫ ബിഅന്നനാ ലൻ നതറാജ ഇത്ലാഖൻ അൻ ശുറൂത്ത് അൽ അസ്റ അല്ലതി വദഅനാഹാ ലിൽഇത്തിഫാഖി ഹൗല വഖഫ് ഇത്ലാഖ് അൻ-നാർ. വെടിനിർത്താൻ ഞങ്ങൾ മുന്നോട്ട് വെച്ച 10 ഉപാധികളിൽ നിന്ന് ഒരിക്കലും തന്നെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ 10 കാര്യങ്ങളും ദേശ സുരക്ഷാ കൗൺസിലിന്റെ ഉന്നത സമിതിയാണ് ഈ 10 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ഒന്നുപോലും ഒഴിവാക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. മാത്രമല്ല, ഞങ്ങൾ സൈനിക ടെക്നോളജിയിൽ വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബിഅന്നൽ ജംഹൂരിയത്തുൽ ഇസ്ലാമിയ്യ അൽ ഇറാനിയ ഹഖഖത് തഖദ്ദുമൻ ഹായിലൻ ഫീ മജാലാത്തി ടെക്നോളജിയ അൽ അസ്കരിയ, സൈനിക ടെക്നോളജിയിൽ വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, കുന്ന ബിലാ ശക്കിൻ മുതഫവ്വിഖീന ബിശക്ലിൻ കബീരിൻ മുഖാറനതൻ ബിൽ മാദി ഫീ മജാലിനൽ ഹുജൂമി. ഞങ്ങളുടെ ആക്രമണ മേഖലകളിൽ മുമ്പെങ്ങും ഇല്ലാത്ത രൂപത്തിൽ ഞങ്ങൾ വലിയ രൂപത്തിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ, ഞങ്ങൾ മേലെയാകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ മുകളിൽ കടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ശത്രു ഇത് അംഗീകരിക്കുകയില്ല, ഇത് ശരിയാണെന്ന് സമ്മതിക്കുകയില്ല. പക്ഷേ യുദ്ധക്കളത്തിൽ അവർക്കിപ്പോൾ അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ സൈന്യത്തിന്റെ ശക്തി ഏതൊരാളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ടെക്നോളജിയിൽ ഞങ്ങളുടെ മുന്നേറ്റം, ഞങ്ങളുടെ ശക്തി ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഇസ്രായേലിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെൽത്ത് ഡ്രോണുകൾ എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള ഡ്രോണുകൾ അടക്കം 180 ഡ്രോണുകൾ ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഒരു ചെറിയ കാലയളവിനിടയിൽ തകർത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മുമ്പ് ഇത്രയും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാനം ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലെ യുദ്ധത്തിന് ശേഷം വലിയ രൂപത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടത് ഞങ്ങളായിരുന്നില്ല, അത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. കാരണം ഞങ്ങളാണ് വിജയിച്ച് നിന്നിരുന്നത്. പരാജയപ്പെട്ടവർക്കാണ് അത്തരത്തിലുള്ള ഒരു വെടിനിർത്തലിന്റെ ആവശ്യമുണ്ടായിരുന്നത്. കാരണം വലം യുഹഖിഖ് ഹദഫഹു ബിതഗ്യീരി നിസാം വതദ്മീരി ഖുദ്റത്തിനൽ ഹുജൂമിയ വസാറൂഖിയ വ ഇറാൻ ലൈസത്ത് വെനസ്വേല. ഇവിടെ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് ഡൊണാൾഡ് ട്രംപ് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ഡൊണാൾഡ് ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യം അവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തേത് ഭരണമാറ്റം, രണ്ടാമത്തേത് ഞങ്ങളുടെ ആക്രമണ ശക്തി ക്ഷയിപ്പിക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, കാരണം ഇറാൻ എന്ന് പറയുന്നത് വെനിസ്വേല അല്ല എന്ന കാര്യം ട്രംപ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ട്രംപ് ലക്ഷ്യം നേടാൻ വേണ്ടി ഭീഷണി ഉയർത്തുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ആ ഭീഷണിയിലൂടെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാധിക്കാൻ ട്രംപിന് സാധിച്ചില്ല. മാത്രമല്ല, അദ്ദേഹം കുറച്ച് സമയം അതിനുവേണ്ടി നൽകുകയും ചെയ്തു. അതിനിടയിൽ ഈ കാര്യങ്ങൾ ഡീലിലേക്ക് എത്തണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വലുതാലിക്ക ബദാബി അതുകൊണ്ട് തന്നെ അതിനോടൊന്നും ഇറാൻ ട്രംപ് ഉദ്ദേശിച്ച രീതിയിൽ പ്രതികരിക്കാത്തത് കൊണ്ട് മധ്യവർത്തികളെ അയക്കുകയായിരുന്നു. ജംഹൂരിയത്തുൽ ഇസ്ലാമിയ
നിലവിലിപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ ഭരണം, അതിന്റെ അധികാരം ഇപ്പോഴും ഇറാന്റെ കയ്യിൽ തന്നെയാണ്. ലഖദ് തആമൽനാ ബിഹസ്മിൻ മഅ മുഹാവറത്തിൽ വിലായത്തിൽ മുത്തഹിദ ഇസാലത്തുൽ അൽഗാം വനഅതബിറുഹാ ഇന്തിഹാകൻ ലിവഖഫി ഇത്ലാഖിൻ നാർ വവസൽനാ ഇലാ ഹദ്ദിൽ മുവാജഹ ലാകിന്നൽ അദു തറാജ. ഈ പറഞ്ഞത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഹോർമുസ് കടലിടുക്കിലേക്ക് അമേരിക്ക അവരുടെ കപ്പലുകൾ, മൈനുകൾ, അവിടെ ഇറാൻ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള കുഴിബോംബുകൾക്ക് സമാനമായ കടലിൽ ഉപയോഗിക്കുന്ന മൈനുകൾ നീക്കം ചെയ്യാൻ വേണ്ടി അവിടെ സംവിധാനങ്ങൾ, കപ്പലുകൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്ത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, ഇത് വെടിനിർത്തലിന്റെ കരാറിന് ലംഘനമാണ്, അതുകൊണ്ട് ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പറയുകയും ഉടനെ തന്നെ ഞങ്ങൾ അതിനോട് സൈനികമായി പ്രതികരിക്കാൻ ഒരുങ്ങുകയും ചെയ്തതോടുകൂടെ ശത്രു അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ പിൻവാങ്ങുകയായിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അമേരിക്കയുടെ ഒരു പടിയെങ്കിലും മുകളിലാണ് ഇറാൻ ഉള്ളത്. ഇറാന്റെ ആജ്ഞകളിൽ നിന്ന് പിന്മാറാൻ അമേരിക്കക്ക് സാധിച്ചില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നു, അന്നൽ അദു അർസല മുഖ്തറഹാത്തിൻ മിൻ 15 ബന്ദൻ ഖദ്ദമഹ അൽ ജാനിബ് അൽ പാകിസ്ഥാനി വതമ്മത് ദിറാസതുഹ ബിദിഗ്ഗ ഫിൽ മജ്ലിസ് അൽ അഅല ലിൽ അംൻ അൽ ഖൗമി. അതേ സമയത്ത് ശത്രു 15 ഡിമാൻഡുകളാണ് പാകിസ്ഥാൻ മുഖേന ഞങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. ഞങ്ങൾ അത് വളരെ സൂക്ഷ്മമായി പഠിക്കുകയായിരുന്നു. പഠനത്തിന് ശേഷം ഇതനുസരിച്ച് ഞങ്ങൾ ഒരു 10 ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുകയായിരുന്നു. ഇത് ഞങ്ങൾ പാകിസ്ഥാന് കൈമാറുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അമേരിക്കയുടെ 15 ഡിമാൻഡുകൾ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല, അതെല്ലാം തള്ളിക്കളയുകയാണ്. അതേ സമയത്ത് അമേരിക്ക ഞങ്ങളുടെ 10 ഡിമാൻഡുകൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, ചർച്ച ചെയ്യാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനിലൂടെ ചർച്ചയ്ക്ക് തയ്യാറാണ്, വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറയുകയായിരുന്നു. അതേസമയത്ത് അമേരിക്കയുടെ 15 ഡിമാൻഡുകൾ ഞങ്ങളത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞ 10 ഡിമാൻഡുകൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാവുക. അതേസമയത്ത് ഈ അമേരിക്ക അത് സ്വീകരിച്ച അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ വെടിനിർത്തലിലേക്ക് പോയിട്ടുള്ളത്. അദ്ദേഹം വീണ്ടും പറയുന്നു, ഭിന്നത്തീജ ഖദ്ദമൽ അംരീക്കിയൂന മുഖ്തറഹം മിൻ 9 ബുനൂദ് ലാകിന്ന ഇറാൻ അസറത്ത് അലാ ബുനൂദിഹ അതേ സമയത്ത് ഹിസ്ബുള്ളയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതേസമയം ഒരു ബന്ദ് മാത്രം ഒഴിവാക്കി 9 ഡിമാൻഡുകൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകുന്നു. 1 മാത്രം അതിൽ ആദ്യം മാറ്റിവെച്ചിരുന്നു. അതായത് ഹിസ്ബുള്ളയും ഈ വെടിനിർത്തലിൽ ഉൾക്കൊള്ളണമെന്നായി എന്നതായിരുന്നു. അതേ സമയത്ത് അത് ഒഴിവാക്കിയ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഇറാൻ അസറത്ത് അല ബുനൂദികൾ അൽ അശറ 10 ഡിമാൻഡുകളും പാലിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ വെടിനിർത്തലിലേക്ക് പോകൂ എന്ന് ഇറാൻ കൃത്യമായി പറഞ്ഞതോടുകൂടെ ബഹും വാഫഖു, അമേരിക്ക അതും അംഗീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ലെബനാനുമായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനും അവിടെയും വെടിനിർത്തലിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മേൽക്കൈ യുദ്ധത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആർക്കും വിധേയപ്പെടാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഡിമാൻഡുകൾ പാലിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂ. മാത്രമല്ല, ഇന്ന് ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അടിസ്ഥാന അവകാശമാണ് ഞങ്ങൾക്ക് ആണവ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നത്. അതിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ ചോദ്യം ചെയ്യാൻ ട്രംപ് ആരാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്.